അപ്പം ആദ്യം തന്നെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാറിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മൾ ആദ്യം ജസ്റ്റ് ഗ്രീഷൻസ് ജസ്റ്റ് ഒന്ന് ഓണാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ വണ്ടി ഒന്ന് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടി ഒന്ന് ഓണാക്കി കുറച്ചൊന്ന് റൈസ് ചെയ്യുക. റൈറ്റിന് ശേഷം നമ്മൾ എ സി നമ്മളൊന്ന് ഓണാക്കിയിടാം കേട്ടോ. വണ്ടിയിലെ എ സി ഒന്ന് ഫുള്ളില് ഡിഫറെൻറ്റ് സ്പീഡിൽ ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഹീറ്റ് കൂള് മാറ്റി ഹീറ്റിലേക്ക് ആക്കുക, കുറച്ച് നേരം അങ്ങനെ വയ്ക്കുക. അതുപോലെ പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുക, എല്ലാ പൊസിഷനിലേക്കും ചേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഹീറ്റ് ആവുണ്ടോ എന്ന് നോക്കുക. നമുക്കിവിടെ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹീറ്റ് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജിൽ വയ്ക്കുക എല്ലാതും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും റിലീസ് ചെയ്തിട്ട് വയ്ക്കണം. നമ്മൾ ഒരുപാട് നാൾ നിർത്തി വയ്ക്കുന്ന വണ്ടിയാണെങ്കിൽ, എസ്പെഷ്യലി ഒരു 1 മന്തെങ്കിലും നിർത്തി വയ്ക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് എപ്പോഴും റിലീസ് ചെയ്യണം. അതുപോലെ ന്യൂട്രൽ ഇട്ട് വയ്ക്കണം. കാരണം ഹാൻഡ് ബ്രേക്ക് എപ്പോഴും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ജാം ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണമാണ് നമ്മളെപ്പോഴും റിലീസ് ചെയ്ത് വെക്കണം എന്ന് പറയുന്നത്. എസ്പെഷ്യലി വലിയ വണ്ടികളൊക്കെ ആകുമ്പോൾ അത് റിലീസ് ചെയ്ത് വെക്കുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, വണ്ടി ഇറങ്ങില്ലേ എന്ന്. അപ്പോൾ ഇറങ്ങി പോകുന്നുള്ളൊരു ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ എന്തെങ്കിലും ഒരു കല്ലോ മരക്കഷ്ണോ അങ്ങനെ എന്തെങ്കിലും ടയറുമ്പോൾ ജാമാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തേക്കും. നമ്മളിവിടെ കണ്ടോ കല്ല് വെച്ചേക്കുന്നത് കണ്ടോ ടയറിൻ്റെ ബാക്കിൽ. അപ്പോൾ അങ്ങനെ കല്ലാണെന്നില്ല, ഒരു മരക്കുറ്റിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെയിൽ എന്തെങ്കിലും വെക്കുക. പിന്നെ നമ്മൾ ടയറിൻ്റെ പ്രഷർ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യണം. കാരണം എപ്പോഴും കറക്റ്റ് പ്രഷർ ഉണ്ടായിരിക്കണം. അത് എന്ന് പറയുന്നത് എയർ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും കറക്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നും കറക്റ്റ് പ്രഷർ എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ മേടിക്കുന്ന സമയത്ത് കിട്ടിയ പ്രോസ്പെക്ട്സിൽ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മുടെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഡോറിൻ്റെ സൈഡിൽ ഒരുവിധം എല്ലാ വണ്ടികൾക്കും ഉണ്ടാവും കറക്റ്റ് പ്രഷർ. എല്ലാ വണ്ടികൾക്കും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടയറിൽ പ്രഷർ നമ്മൾ വെക്കണം. ഓക്കെ, അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികളുടെ ബാറ്ററിയാണ്. ഡീസൽ വണ്ടിയായാലും പെട്രോൾ വണ്ടിയായാലും നമ്മൾ ഒരുപാട് നാൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പോസിറ്റീവ് സൈഡാണ്, അത് നെഗറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളുടെ ബാറ്ററി നമ്മളെപ്പോഴും റിലീസ് ചെയ്തിടണം. മീൻസ് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും റിലീസ് ചെയ്തിടണം. അതൊരു സ്പാൻഡറോ എന്തെങ്കിലും ഉപയോഗിച്ച് റിലീസ് ചെയ്തിടാം. അത് ബാറ്ററിയെ ലൈഫിന് ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കത് ആവശ്യമുള്ള സമയത്ത് മാത്രം റീകണക്ട് ചെയ്താൽ മതിയെന്ന്. ഓക്കെ, വണ്ടിയുടെ ബാറ്ററിക്ക് ലൈഫിന് വേണ്ടിയിട്ടാണ്. 1 മാസത്തിന് മേലൊക്കെ നമ്മൾ ഇട്ടിങ്ങനെ വയ്ക്കുമ്പോൾ അത് ബാറ്ററി ഇറങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അപ്പം നിർത്തിയിട്ടിരിക്കുന്ന വണ്ടികളാകുമ്പോൾ പുറത്ത് മാത്രമല്ല ഉള്ളിലും വണ്ടികളുടെ ഉള്ളിലും നീറ്റായിട്ട് നിറച്ച് നല്ല ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ പിന്നെ എപ്പോഴും എടുക്കുന്ന വണ്ടികളായതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നിർത്തിയിട്ടിരിക്കുമ്പോൾ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ കഴുകി വയ്ക്കുക. അധികം പറഞ്ഞാൽ നമ്മുടെ ഫുഡ് മാറ്റ്സ് തന്നെ കണ്ടില്ലേ, അത്ര ക്ലിയർ ആണ്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വേറെ അൺനെസസറി ആയിട്ടുള്ള ലഗേജസ് നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിലുണ്ടെങ്കിൽ, അത് ബൂട്ട് സ്പേസിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കാം. കുറേ നാൾ നിർത്തിയിടുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം കൊണ്ട് സസ്പെൻഷനും ആ അടിയിൽ മുട്ടിയിരിക്കുന്ന ആ ടയറിൻ്റെ ഏരിയയിലേക്കൊക്കെ ടയറിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ലഗേജുകളാണെങ്കിൽ, ഒരുപാട് നാൾ നിർത്തിയിടുന്ന വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ലഗേജൊക്കെ ഒന്ന് ഒഴിവാക്കി ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ഉള്ളിൽ ലഗേജ് ഇല്ല. സത്യത്തിൽ എനിക്ക് സബ് വൂഫർ ഉണ്ട് ബാക്കിൽ. അപ്പോൾ ഞാൻ സബ് വൂഫർ ഒഴിവാക്കിയിരുന്നു, മാറ്റി വെച്ചതാണ്. കാരണം കുറച്ച് നാൾ വണ്ടി നിർത്തിയിട്ടേക്കണ കാരണമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, കുറച്ച് പോയിന്റ്സ് കണ്ടു. നമ്മൾ ലോക്ക്ഡൗൺ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വണ്ടികൾ നിർത്തിയിടുമ്പോൾ കുറച്ച് നാൾ, ഇപ്പോൾ 1 മാസത്തിന് മേലെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടികൾ എങ്ങനെ നോക്കാം, എങ്ങനെ പരിപാലിക്കാം. പിന്നെ വണ്ടിയുടെ എൻജിൻ സൈഡിലും മറ്റ് ഏരിയകളൊന്നും പറയുന്നില്ല. കാരണം നമ്മളൊക്കെ കറക്റ്റ് സർവീസുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ ആ ഏരിയ ഒക്കെ നമ്മൾ നോക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്പനി നോക്കാറുണ്ട്. അപ്പോൾ പിന്നെ അത് കാരണം കൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാണ്ടിരുന്നത്. അത്യാവശ്യം നമുക്ക് നോക്കാൻ പറ്റാവുന്ന, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുടെ പോയിന്റ്സാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ അപ്പോൾ അതിൽ പറയാത്ത ഒരു പോയിന്റ് കൂടി എനിക്ക് പറയണം തോന്നുന്നു. കാരണം നമ്മൾ വണ്ടി എപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ. ആ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കവറിട്ട് വെക്കണം. വണ്ടി മൂടിയിടണം കവറിട്ടിട്ട്. വേറെ ഒന്നുകൊണ്ടല്ല, വെയിലും മഴയൊക്കെ വരുമ്പോൾ അതിൻ്റെ
കളറ് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ കണ്ട നമ്മുടെ വണ്ടി റെഡാണ്. അപ്പോൾ റെഡിൻ്റെ കളറൊക്കെ പെട്ടെന്ന് ഫെയ്ഡ് ആവും. അപ്പോൾ അതിന് ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ കിളികളുടെ വേസ്റ്റ്, അതായത് അതിൻ്റെ കാഷ്ടം കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ അതൊക്കെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അതൊക്കെ ഒരുപാട് നാൾ അതും ഇങ്ങനെ ഇരുന്ന് കളർ ഫെയ്ഡ് ആവും. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ആസിഡാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കളർ ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി മൂടിയിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ വണ്ടി ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഉണങ്ങിയതിന് ശേഷം ഒന്ന് മൂടിയിടാം. അല്ലെങ്കിൽ ആ വെള്ളം വെച്ചിട്ട് നമ്മൾ മൂടിയിടുമ്പോൾ വീണ്ടും കളർ ഫെയ്ഡ് ആവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വണ്ടി നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ പരിപാലിക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വിൽഫ്രഡ് ഹബ്, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ വിൽഫ്രഡ് ഹബ് എന്ന് പറഞ്ഞ പേജുണ്ട്, അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത് തന്നെ നമ്മുടെ മറ്റു വീഡിയോകളിലേക്ക് പോകാം എന്നുള്ള സമയം അടുത്ത് വന്നിരിക്കുന്നു. കാരണം ഈ ലോക്ക്ഡൗൺ കാരണം കൊണ്ടാണ് കുറച്ച് പ്രോബ്ലംസ് ആണ്. അതായത് പുറത്തിറങ്ങാനും വീഡിയോസിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത് ഒരു ശരിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീട്ടിലിരുന്നിട്ട് നമ്മുടെ പണ്ടത്തെ ടീച്ചിങ് കാര്യത്തിലേക്ക് തിരിച്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയണില്ല. നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ, സി യു.